സഹൃദരെ, അടുത്ത ഒരു ബെല്ലോടുകൂടി നിലമ്പൂർ മൂരിയുടെ അടുത്ത നാടകം ഓടരുത് വക്കീലെ അമേദി മറിയം ആരംഭിക്കുകയാണ്. ഒരു നമസ്കാരമുണ്ടേ. ഇന്നത്തെ പള്ളിക്കെട്ടിൽ നമ്മൾ അറക്കാൻ പിടിക്കുന്നത് ഒരു മുറ്റിയ നിലമ്പൂർ മൂരിയെയാണ്. വള്ളിക്കെട്ട് ഓണവിഭവത്തിന്റെ കൂടെ കാര്യമായി തൊട്ടുനക്കുവാൻ പറ്റിയ മൂരി ഉലർത്തിയതാണ് നമ്മൾ ഇന്ന് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാചകത്തിൽ വലിയ ഉസ്താദൊന്നുമല്ലാത്തത് കൊണ്ട് വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ അല്പം എരിയും പുളിയും ഒക്കെ കൂടിയാൽ നിങ്ങൾ ക്ഷമിച്ചോളി. എന്നാ ഷുക്കൂറെ മൂരിനെ പിടിച്ച് മറച്ചിട്ടോ. വള്ളിക്കെട്ട് ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ AICC മെമ്പറായി പ്രവർത്തിച്ച PV ഷൗക്കത്ത് അലി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ. മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV ഷൗക്കത്ത് അലി എന്ന എന്റെ പിതാവായിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാന്യനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ്, ആ ഏകദേശം 100ഓളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എന്നിട്ട് എന്തിനാടാ അൻവറെ നീ ചുമപ്പും കെട്ടി പിണറായിയുടെ കുണ്ടി കടിക്കാൻ പോയത്? കണ്ട മനുഷ്യന്മാര് തലകുത്തി മറിഞ്ഞ് സിരികണ്ട. ഓർക്കിപ്പോ ട്രോളും വേണ്ട, കോമഡി ഷോയും വേണ്ട, സിനിമയും വേണ്ട. നിലമ്പൂർ മൂരിന്റെ ചാട്ടം കണ്ടാൽ മതി. ഓർക്ക് ഉള്ളത് പറയാമല്ലോ പുള്ളേ. ഏത് ഹലാക്കിലെ ട്രോൾ എടുത്ത് പണിഞ്ഞാലും അത് നമ്മുടെ നിലമ്പൂർ മൂരിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുമായി നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റും. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളി. നമ്മൾ ഇന്ന് വള്ളിക്കെട്ടിൽ ചെറുങ്ങനെ ഒരു സാധനം കാണിച്ചു തരാം. എന്നാ തുടങ്ങാം. ഡേ ഷുക്കൂറെ, മൂരിനെ ചാടാതെ പിടിച്ചോണം കേട്ടോ. ഓക്കെ. വള്ളിക്കെട്ട് മൂരിന്റെ വിചാരം ഓന് മുടിഞ്ഞ പെർഫോമൻസ് ആണെന്നാണ്. നാട്ടിലെ പെണ്ണുങ്ങൾ ഇവന്റെ കോപ്രായം കണ്ട് ലവനെ കോനയടിച്ച് ചിരിച്ചാൽ പോലും ഓന് അത് പിടികിട്ടൂല. ആ പാടുന്നവന്റെ അവസ്ഥയാണ് ഞമ്മന്റെ മൂരിക്കും. നിങ്ങൾ നോക്കി. ശരിക്കും നമ്മുടെ നിലമ്പൂർ മൂരിക്ക് ആ DGP MR അജിത് കുമാറിനോട് ഇത്രയും കുരുപൊട്ടാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതൊരു പരമരഹസ്യമാണ്. ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏതാണ്ട് 2 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ നിലമ്പൂർ മൂരി ആഫ്രിക്കയിൽ നിന്നും കടത്തു കഴിഞ്ഞു വരുന്ന വഴിക്ക് ബേബിമാർക്ക് കൊടുക്കുവാൻ കാട്ടുപോത്ത് പുരട്ട് കൊണ്ടുവന്നു. തിക്ക് ഷെമി ഗ്രേവി ഐറ്റം ആയിരുന്നു കൊണ്ടുവന്നത്. ഇതാണ് ആ സാധനം. പോത്തുകറി ലീക്കാകാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറിൽ നന്നായി വരിഞ്ഞ് മുറുക്കി കെട്ടി ഒരു എക്സ്ട്രാ സുരക്ഷയ്ക്ക് ഒരു സ്നഗിയും എടുപ്പിച്ചു. എങ്ങനെയുണ്ട്? പക്ഷേ സാധനം എയർപോർട്ടിൽ സുരക്ഷാ ജീവനക്കാർ പൊക്കി. നമ്മള് ഗുലാന്റെ ആളാണെന്ന് പറയുന്ന പോലെ നമ്മള് ADGPന്റെ ആളാണെന്ന് പറഞ്ഞു. ഒന്നും കേട്ടില്ല. ഒടുവിൽ ADGPയെ നേരിട്ട് വിളിച്ചെങ്കിലും പോവേ എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. അന്ന് ജപ്പാമൂരി മനസ്സിൽ കുറിച്ചിട്ടാണ് ഓന് 8ന്റെ പണി കൊടുക്കുമെന്ന്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന് പണ്ട് ഏതവനോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിലമ്പൂർ മൂരിയുടെ ഇത്തവണത്തെ നാടകം തുടങ്ങി 2ാമത്തെ ആഴ്ച തന്നെ കർട്ടനിടാൻ കാരണം ഇതാണ്. തുടക്കമേ പാളി. BB രാവിലെ സുലൈമാനി കൊണ്ട് കൊടുത്തപ്പോയേ ദുശകനം കണ്ടു. കാക്ക സുലൈമാനി പത്രസമ്മേളനമൊക്കെ വിളിക്കുന്നതിന് മുമ്പ് ജിംഖാനയിലൊക്കെ ഒന്ന് കയറി 2 ബ്രഞ്ച് പ്രസ് ഒക്കെ അടിച്ചിട്ട് ഉഷാറായിട്ട് തുടങ്ങാമെന്ന് വെച്ചപ്പോൾ ദാണ്ട് കിടക്കുന്ന സാധനം മൂക്കും കുത്തി. താൻ പാടുപെട്ട് പൊക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന സകലമാന ഏടാകൂടങ്ങൾ ഒടുക്കം തന്റെ തന്നെ ഉച്ചയിൽ തന്നെ പതിക്കുന്നത് എന്തെന്നറിയാതെ നിലമ്പൂർ കാക്ക കുയങ്ങി.
കേരളത്തിൽ നടക്കുന്ന സകലമാന പോക്രിത്തരങ്ങളുടെയും അശാന്തിയുടെയും പിന്നിൽ ആരാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഉഗ്രൻ സാധനം അങ്ങാടിയിൽ ആമ്പിള്ളാർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുവാൻ നിലമ്പൂർ കാക്ക തന്നെ വരണമെന്ന് സ്ഥലവാസികൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ കാക്ക ആ ക്ഷണം സ്വീകരിച്ച് ചാടിത്തുള്ളി പുറപ്പെട്ടു. ഈ നാട്ടിലെ സകല കുത്തിത്തിരിപ്പിന്റെയും പിന്നിൽ ആരെന്ന് കാണുന്നതിന് തുറന്നു നോക്കൂ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പം നിലമ്പൂർ കാക്ക മെല്ലെ ആ ഡോറ് വലിച്ചു തുറന്നു നോക്കി. നിന്റെ നാശത്തിനും നിന്റെ നാടിന്റെ നാശത്തിനും ഉത്തരവാദി നീ തന്നെടേ എന്ന്. അതോടെ കാക്കയ്ക്ക് തൃപ്തിയായി. എല്ലാവന്മാരെയും തലയ്ക്ക് വിളിച്ച് കാക്ക അവിടെ നിന്നും പതുക്കെ വണ്ടി വിട്ടു. പത്രസമ്മേളനം നടത്തുവാൻ പോകുന്നതിന് മുമ്പ് തന്റെ വർഗീയ പാതകം നാട്ടുകാർ കാണാതിരിക്കുവാൻ മതേതരവാദിയുടെ കളറുള്ള പാതകം കൂടി മുകളിലണിഞ്ഞ് കാക്ക പതുക്കെ ഇറങ്ങി. രണ്ടാമത്തെ അപശകുനം. നാടകാവതരണം തുടങ്ങുന്നതിന് മുമ്പായി ഭദ്രദീപം കത്തിച്ച് ഉദ്ഘാടനം നടത്തുന്നതിന് പകരം ഭദ്രദീപം ഊതിക്കെടുത്തി കാക്ക ഉദ്ഘാടിച്ചു. അടിപൊളി. ഉദ്ഘാടനം ശോകമായെങ്കിലും കാക്ക അതൊന്നും കാര്യമാക്കിയില്ല. കാരണം നല്ല തൊലിക്കട്ടിയായതുകൊണ്ട് കാക്ക തന്റെ പരിപാടി തുടർന്നു. അൻവർ കാക്കയുടെ പരിപാടി കണ്ട നാട്ടുകാരുടെ ഭാവം ഏതാണ്ട് ഇതുപോലെയായിരുന്നു. എന്നിട്ടും കാക്കയ്ക്ക് ആളുകൾ ബാപ്പയെ സ്മരിക്കുന്നത് തിരിച്ചറിയുവാൻ പറ്റിയില്ല. തന്റെ ആദ്യ പരിപാടി തന്നെ ഊഞ്ഞാലായി എന്ന് മനസ്സിലായപ്പോൾ കാക്ക എന്നാ പിന്നെ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളെ മൊത്തത്തിൽ പിടിക്കുവാനുള്ള ഒരു സാധനം കണ്ടുപിടിക്കുവാൻ രംഗത്തിറങ്ങി. അത് ഒരൊന്നൊന്നര പരീക്ഷണമായിരുന്നു. ശ്രദ്ധിച്ചു കാണുക. ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവന്റെ ഒരു കേരളത്തിൽ ഇപ്പോൾ ഇറക്കി വിട്ടാൽ ടപ്പേന്ന് വിറ്റുപോകുമെന്ന് കരുതി ജിഹാദി മേമൻ അൻവർ കാക്കയെ ഉണ്ടാക്കുവാൻ പഠിപ്പിച്ച മലബാർ ബൈറ്റ്സ് വിഭവം മറ്റൊന്നായിരുന്നു. മേമൻ പഠിച്ചതെന്ത്, അൻവർ കാക്ക ഉണ്ടാക്കിയതെന്ത്? എന്നാൽ മൊത്തത്തിൽ 3G ആയ സ്ഥിതിക്ക് കേരളം മൊത്തത്തിൽ ഉള്ള വർഗീയത തുടച്ചു നീക്കി മൊത്തത്തിൽ അങ്ങ് വെളുപ്പിച്ചെടുക്കാമെന്ന് കാക്ക അങ്ങ് തീരുമാനിച്ചു. പക്ഷേ ഒരു കറുത്ത പാട് കാക്ക എത്രയെത്ര വെളുപ്പിച്ചിട്ടും വെളുക്കുന്നില്ല. ഒടുക്കം കണ്ട ആരെ വിളിച്ചോണ്ട് കാക്ക പോയി, അത് കറുത്ത പാടല്ല സ്വന്തം നിഴലാണ് എന്ന്. പാടുപെട്ട് ജിഹാദി മേമന്റെ സഹായത്തോടെ നിലമ്പൂർ കാക്ക ഉണ്ടാക്കിയ വിഭവം ചൂടോടെ നാട്ടുകാർക്ക് കൊടുത്തപ്പോൾ അത് കിട്ടിയ പാടെ നാട്ടുകാർ ഉണ്ടാക്കിയ കാക്കയുടെ അണ്ണാക്കിൽ തന്നെ ചൂടോടെ ഇട്ടുകൊടുത്തു. ആഹാഹാ ആഹാഹാ. പ്രാവുകളെ പറ്റിച്ചാൽ പ്രാക്ക് കിട്ടുമെന്നൊക്കെ പണ്ടുള്ള ആരൊക്കെയോ എന്നൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാക്കല്ല പറ്റിച്ചാൽ ഇന്ന് പ്രാവുകൾ ചൂടോടെ കൊടുക്കുന്നത് വേറൊരു സാധനമാണ്. നൈസായി പിണറായിക്കിട്ട് പണി കൊടുത്തിട്ട് ഒടുക്കം ഒന്നും അറിയാത്ത പോലെ പിണറായിയുടെ ഓഫീസിൽ കാണുവാൻ ചെന്നപ്പോൾ നിലമ്പൂർ മൂരിക്ക് ചൂടോടെ കിട്ടിയ ആ സാധനം ഏതാണ്ട് ഇതുപോലെ ആയിരുന്നു. നമ്മുടെ നിലമ്പൂർ മൂരിക്ക് എങ്ങനെയാണ് നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ടുന്നത് എന്ന് ക്ലാസ് കൊടുത്തിട്ട് നമ്മുടെ ജിഹാദി അണ്ണന്മാർ കോഴി ബിരിയാണി തിന്നുകൊണ്ടിരുന്ന് പാട്ടും പാടി ആസ്വദിച്ചു കൊണ്ടിരുന്നപ്പോൾ പണി പാളി നിക്കറിലിരുന്ന് കൊടുത്തുവിട്ട് അമിട്ട് പൊട്ടി പിടുക്ക് കരിഞ്ഞു പോയപ്പോൾ നിലവിളിച്ചുകൊണ്ട് നിലമ്പൂർ കാക്ക ജിഹാദി അണ്ണന്മാരുടെ താവളത്തിൽ ചെന്ന് കാണിച്ച ആ കൊസറക്കൊള്ളി പരിപാടി കണ്ടാലും അപ്പം അൻവറെ പണി പാളിന്നാ തോന്നുന്നേ, അതുകൊണ്ട് ഇനി ഒന്ന് പൊടിക്കടങ്ങി അനങ്ങാതിരിക്കാമെന്ന് ബോസ് ഉപദേശിച്ചതിനെ തുടർന്ന് നിലമ്പൂർ മൂരി നല്ല പിള്ള ചമയുവാൻ ശ്രമിച്ചപ്പോഴുള്ള ഇപ്പോഴത്തെ അവസ്ഥ കാണുക. വാരി വഴിയെ പോകുന്നവർ പോലും തറയിലടിക്കുകയാണ്. ശരിക്കും ഇതാണ് നിലമ്പൂർ മൂരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാലും.
പക്ഷേ വാപ്പ ഇതുകൊണ്ടൊന്നും അടങ്ങൂല മക്കളെ, ജനുസ് വേറെയാണ്. ഇനി ചെറിയൊരു പ്രൊമോ കാണാം. നിലമ്പൂർ മൂരി ഓണത്തിന് ശേഷം നടത്തുവാൻ പോകുന്ന പരിപാടിയുടെ ഒരു പ്രൊമോ ആണ്. ഇതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊത്ത് കോക്കറി കാണിക്കുന്നവർക്ക് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന 1 കിലോ ബിസ്ക്കറ്റ് കൊടുക്കുന്നതായിരിക്കും. ഈ കാണിക്കുന്ന പോലെ തന്നെ മനോഹരമായി കോക്കറി കാണിച്ച് കാക്കയുടെ ഹോട്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വാട്സാപ്പ് അയച്ചുകൊള്ളുക. മൂരി കോണ്ടസ്റ്റ് 2024 എന്ന് പ്രത്യേകം അടിക്കുറിപ്പ് എഴുതുവാനും മറന്നു പോകരുത്. എന്നാ വേഗമായിക്കോട്ടെ. ആ, നല്ല മണം വരുന്നുണ്ടല്ലോ. മൂരിയൊലത്ത് ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ ചൂടോടെ തിന്നണം. നിങ്ങൾ മാത്രം തിന്നാ പോരാ, പറ്റാവുന്നത്ര നാട്ടുകാർക്ക് ചൂടോടെ വിളമ്പിക്കോളീൻ. എന്ത് ഓണാശംസകളോ? കൊളക്കോഴിക്ക് എന്ത് സംക്രാന്തിയാടോ? വള്ളിക്കെട്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.